ഞാൻ ഒരാളുടെ ചരിത്രം പറയാൻ പോണേ. അപ്പോൾ ഒരു കഥ അല്ല, കഥയല്ല, ചരിത്രമാണ്. അപ്പോൾ അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ പറയാൻ പോണേ. അപ്പോൾ അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അയാൾ മരിച്ചിട്ടിപ്പോൾ 8 കൊല്ലം 9 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ കാര്യം പറയുകയാണെങ്കിൽ, അയാൾ ജനിച്ച ഉടനെ അയാളുടെ ഉമ്മ മരണപ്പെട്ടു പോയി. അപ്പോൾ അയാളെ വളർത്തിയത് അയാളുടെ ഉപ്പാൻ്റെ പെങ്ങന്മാർ, അതായത് എളാമ്മ, അവരാണ് വളർത്തിയത്. പക്ഷേ വളർത്തി മാത്രമല്ല, ഇയാൾക്ക് സ്വന്തം പേര് എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും ഇയാൾക്ക് അറിയില്ല. കാരണം അയാളൊന്നും സ്കൂളിൽ പോകാനോ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ അയാൾ ഒരു കാര്യം അയാൾക്ക് പ്രത്യേകത, ഒന്നും കൂടി അയാളെ ഒരു പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാൽ, അയാൾ സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. ചില വാക്ക് മാത്രം മനസ്സിലാവും, ചില വാക്കുകളൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഇയാൾ ഒരുപാട് ഈ വിഷമത്തിലായിരുന്നു. കാരണം വെച്ചാൽ ആരോടൊന്നും സംസാരിക്കാൻ പോലും, കാരണം കളിയാക്കും ആൾക്കാർ. നീ എൻ്റെ സംസാരമൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കൂട്ടം കൂടി ഒന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ കളിയാക്കും. അപ്പോൾ ഇയാൾ ജോലിക്ക് പോയത് ഇയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൂടെയായിരുന്നു ജോലിക്ക് പോയത്. അപ്പോൾ ആ ജോലി ചെയ്യുക, അവിടുന്ന് പൈസ മേടിക്കുക, വീട്ടിൽ വരിക, ഉപ്പാൻ്റെ പെങ്ങന്മാരില്ലേ അവർക്ക് ഇത് ചിലവിന് കൊടുക്കുക, ഇതൊക്കെ ആയിരുന്നു ഇയാൾക്ക് പണി. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഒന്നും ഭർത്താക്കന്മാരില്ല, അവരൊക്കെ മരണപ്പെട്ടു പോയി. അപ്പോൾ ഇയാൾ ഒരു കല്യാണം കഴിക്കാനുള്ള ടൈമായി. കല്യാണം കഴിക്കാനുള്ള ടൈമായപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്, ഇയാൾ ഒരു കുടുംബത്തിൽ പെണ്ണ് കാണാൻ പോയി. അപ്പോൾ അവിടെ 7 പെൺമക്കളാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടിയെ ഇയാൾ കല്യാണം കഴിച്ചു, ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ